അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, മഹാനായ ഹാത്തമുൽ അസ്വം റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി ഇത്തിഹാഫു സാദത്തുൽ മുത്തഖീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന മുസീബത്തദ്ദീനി, ദീനിലുള്ള മുസീബത്ത്, അഹ്വനു, അത് നിസാരമാണ്, മിൻ മുസീബത്തി ഇൻദന്നാസി, ജനങ്ങളുടെ അടുക്കൽ, മിൻ മുസീബത്തി ദുനിയ, ദുനിയാവിലുണ്ടാകുന്ന മുസീബത്തിനേക്കാൾ. ജനങ്ങൾക്ക് ദീനിലുണ്ടാകുന്ന മുസീബത്ത് അത് നിസാരമാണ്. എന്തിനേക്കാൾ? ദുനിയാവിൽ ഉണ്ടാകുന്ന മുസീബത്തിനേക്കാൾ. ദുനിയാവിന്റെ വിഷയത്തിൽ ഉണ്ടാകുന്ന മുസീബത്തിനേക്കാൾ ദീനിൽ ഉണ്ടാകുന്ന മുസീബത്ത് ജനങ്ങൾക്ക് നിസാരമാണ് എന്ന് മഹാനായ ഹയാത്തമുൽ അസ്വം റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഇത് ശരിയല്ലേ? എത്രയോ ശരിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിലോ സമ്പത്തിലോ സന്താനങ്ങളിലോ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുണ്ടായാൽ അത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. വല്ലാത്ത വിഷമമായിരിക്കും, പ്രയാസമായിരിക്കും. എന്നാൽ ഒരു നേരത്തെ ഒരു വഖത്തിലെ നിസ്കാരം ഖളാ ആയാൽ നമുക്ക് ആ പ്രയാസം ഉണ്ടാകുമോ? ഒരു വഖത്ത് നിസ്കാരത്തിലെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ നമുക്ക് ആ പ്രയാസം ഉണ്ടാകുമോ? മഹാനായ ഹാത്തമുൽ അസ്വം റളിയല്ലാഹു തആല അൻഹു ഇത് പറയുന്നത് തന്നെ, മഹാനുൽ പറയുന്നത്, എനിക്ക് ഒരു സമയത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. എനിക്ക് ഒരു വഖത്ത് നിസ്കാരത്തിലെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ ഫഅസ്സാനി അബൂ ഇസ്ഹാഖുൽ ബുഖാരി, എന്നെ സമാധാനിപ്പിച്ചത് അബൂ ഇസ്ഹാഖുൽ ബുഖാരി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു. ഒരാൾ മാത്രമാണ് എന്നെ സമാധാനിപ്പിക്കാൻ വന്നത്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ലൗ മാത്ത ഇബ്നുല്ലി, എനിക്കുള്ള ഒരു കുട്ടിയാണ് മരണപ്പെട്ടത് എങ്കിൽ, ലൗ അസ്സാനി, എത്രയോ ആളുകൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നേനെ, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നേനെ. ഒരു വഖത്ത് നിസ്കാരത്തിലെ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ പ്രയാസം, ബുദ്ധിമുട്ട് വളരെ വലുതായിരുന്നു. എന്നെ ആശ്വസിപ്പിക്കാൻ അപ്പോൾ അബൂ ഇസ്ഹാഖുൽ ബുഖാരി എന്ന് പറയുന്ന ഒരു സഹോദരൻ മാത്രമാണ് ഉണ്ടായത്. എന്നാൽ ദീനിന്റെ വിഷയത്തിൽ, ദുനിയാവിന്റെ വിഷയത്തിൽ എനിക്കൊരു തടസ്സം, ഒരു പ്രയാസം ഉണ്ടായാൽ എത്രയോ ആളുകൾ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നേനെ. എന്നിട്ട് മഹാനുകൾ പറഞ്ഞ വർത്തമാനമാണിത്. ഇന്ന മുസീബത്ത് ദീനി, ദീനിലുള്ളതായ മുസീബത്ത്, അഹ്വനു ഇൻദന്നാസ്, ജനങ്ങൾക്കത് നിസാരം തന്നെയാണ്, മിൻ മുസീബത്തി ദുനിയ, ദുനിയാവിലുള്ള മുസീബത്തിനേക്കാൾ. ബഹുമാനികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ്. എന്ത്? പരലോകത്ത് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. ദുനിയാവിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കാളും വലുത് ആഖിറത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ്. ആഖിറത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് ഏത് രീതിയിലാണ്? നമുക്ക് ഇവിടെ നന്മകൾ നഷ്ടമാകുമ്പോൾ, തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതും അത് മുസീബത്ത് തന്നെയാണ്. അത് നാം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. സോഷ്യൽ മീഡിയയിലൂടെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാവിധ ഖൈറിന്റെ വാതിലും നമുക്കും അവർക്കും തുറന്നു തരുമാറാകട്ടെ. വാഖിർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.